അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടി ഒരു സ്പെഷ്യൽ ഫോട്ടോ ആണ്. സ്പെഷ്യൽ ഫോട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെലിബ്രിറ്റി ഫോട്ടോഷൂട്ട്. ബാക്കി ഇതാണ് മക്കളെ പാർലമെന്റ് ഹൗസ്. എന്ത് രസ, അടിപൊളി. ഇവിടെ വേൾഡ് അത്ലറ്റിക് ഫെഡറേഷന്റെ പരിപാടി നടക്കുന്നുണ്ട്. അതിന്റെ 1896 ഇതിന്റെ കൺസ്ട്രക്ഷൻ. ഇതിന് ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ രണ്ടാളും ഇവിടെ ഒരു ബ്രിഡ്ജ്, എലിസബത്ത് ബ്രിഡ്ജിന്റെ മുകളിലേക്ക് പോവുകയാണ്. സൈക്കിളിലാണ്. ഇവിടെ അടുത്താണ്, ഒരു 5 മിനിറ്റ് സൈക്കിളിൽ പോകാനേ ഉള്ളൂ. പുള്ളിയാണ് എനിക്ക് ഇവിടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അവർക്കൊന്നും കൂടി പരിചയപ്പെടുത്തി തരാം. ഇത് അനീസാണ്, നമ്മുടെ കോഴിക്കോട്ടുകാരനാണ്, ബാലുശ്ശേരിക്കാരനാണ്. പുള്ളിയാണ് എനിക്ക് ഇവിടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി തന്നത്. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടി ഒരു സ്പെഷ്യൽ ഫോട്ടോ ആണ്. സ്പെഷ്യൽ ഫോട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെലിബ്രിറ്റി ഫോട്ടോഷൂട്ട്. ബാക്കി നിങ്ങൾ ഫുള്ള് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. രാവിലെ തന്നെ നല്ല ക്ലൈമറ്റാണ്. ഉച്ചക്കൊക്കെ പൊരിഞ്ഞ ചൂടാണ്, രാവിലെ നല്ല ക്ലൈമറ്റാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഇതാണ് ബുഡാപെസ്റ്റ് സിറ്റി. രാവിലെ തന്നെ ആരുമില്ല. ഈ സമയത്തൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കണം, അപ്പോഴാണ് നമുക്ക് നല്ല റിലാക്സ് ആയിട്ട് സിറ്റി കാണാൻ പറ്റുള്ളൂ. ഇത് ഭയങ്കര ക്രൗഡായിരിക്കും. ഡെലിവറി സൈക്കിള്. ഇതാണ് മക്കളെ പാർലമെന്റ് ഹൗസ്. എന്ത് രസ, അടിപൊളി, ബ്യൂട്ടിഫുൾ. വരികയാണെങ്കിൽ ഈ സമയത്ത് വരണം. ലൈറ്റ്, സൺലൈറ്റ് അതിലേക്ക് ഇങ്ങനെ വന്ന് വീഴുന്ന ഒരു മനോഹരമായ കാഴ്ചയാണത്. നട്ടുച്ചക്കൊന്നും വന്നാൽ ഈ ഒരു രസം കിട്ടില്ല കേട്ടോ. ഇത് ഈ രാവിലെ ആയതുകൊണ്ടാണ് ഭയങ്കര രസമുണ്ട്, ബ്യൂട്ടിഫുൾ. ഞാൻ വന്ന സമയം അടിപൊളിയാണ്. സൂപ്പർ. ദിസ് ഈസ് ഹംഗറി പാർലമെന്റ് ഹൗസ്. സ്പെഷ്യൽ കൺസ്ട്രക്ഷൻ അത്. അടിപൊളി. ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റിയേക്കും. ഇതിലൂടെ സൈക്കിൾ ഓടിക്കാൻ പാടില്ല, നടക്കാനേ പാടുള്ളൂ എന്നാണ്. അതുകൊണ്ട് നമ്മൾ ഇറങ്ങി നടക്കുന്നത്. ഓടിക്കരുതെന്നാണ്. ആ കാണുന്നതാണ് നമ്മുടെ എലിസബത്ത് ബ്രിഡ്ജ്, സസ്പെൻഷൻ ബ്രിഡ്ജാണ്. ഈ ബുഡയും പെസ്റ്റും, ഈ രണ്ട് സ്ഥലങ്ങളെ തമ്മിൽ ബന്ധപ്പെടുത്തുന്ന സസ്പെൻഷൻ ബ്രിഡ്ജാണ് കാണുന്നത്. ബുഡ ആൻഡ് പെസ്റ്റ്. എങ്ങനെയാണ് ഈ സ്ഥലത്തിന് ബുഡാപെസ്റ്റ് എന്ന് പേര് വന്നത്? റോഡിലൂടെ ഒക്കെ ട്രാമിൻ്റെ വഴികളാണ്. ഇവിടെ വേൾഡ് അത്ലറ്റിക് ഫെഡറേഷന്റെ പരിപാടി നടക്കുന്നുണ്ട്.
but it is tough at the top of these races. ലൈവായിട്ടുള്ള കാഴ്ചകൾ LED സ്ക്രീനിൽ ഇങ്ങനെ കാണാം. അവരിപ്പോൾ ഓടിയിട്ട് ഇവിടെ എത്തും. For reference, that half marathon എല്ലാവരും അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ലൈവായിട്ട് അവിടെ ഇങ്ങനെ കാണാം എന്താ സംഭവിക്കുന്നതെന്നുള്ളത്. Running a 1:06:39, so about 7+ seconds quicker than she ran through a half marathon just maybe a month or so ago. It's still a large pack at the front. We have about, let's see, 24 athletes still, all within a couple seconds of each other. Wodak of Canada was on the screen maybe a couple minutes ago, trying to maintain off the back of that lead pack. We do see some separation, but they are all still close together for the most part at the very front, and it is still a large group. ആക്ച്വലി ഡനൂബ് റിവറാണ് ഈ ബുഡാപെസ്റ്റിനെ ഇത്ര മനോഹരമാക്കുന്നത്. അടിപൊളി വ്യൂ ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സൈഡിൽ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോഴും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, അവിടുന്ന് ഇങ്ങോട്ട് നോക്കുമ്പോഴും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. നമ്മളിതാ ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട്. വരുന്ന വഴിക്ക് കുറേ ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ, കുറേ ഉണ്ട്. ഈ ഡനൂബ് റിവറിനെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ബ്രിഡ്ജ് ഉണ്ട്. ഇത് നോക്കി എന്താ സാധനം. ഓഫ്, സ്പെഷ്യൽ ബ്രിഡ്ജാണ് കേട്ടോ അത്. ഇവിടെ കുറേ ബ്രിഡ്ജ് ഉണ്ട്, അവിടെയൊക്കെ ബ്രിഡ്ജ് ഉണ്ട്. ഈ ഡനൂബ് റിവറിനെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ബ്രിഡ്ജ് ഉണ്ട്. പക്ഷേ ഈ ഒരു ബ്രിഡ്ജ് സംതിങ് സ്പെഷ്യലാണ്, മറ്റുള്ള ബ്രിഡ്ജ് പോലല്ല, റിയലി ഡിഫറെൻ്റ് ആണ്. ബുഡയും പെസ്റ്റും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ബുഡ ആൻഡ് പെസ്റ്റ് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ബ്രിഡ്ജാണ് ഇത്. 1896 ഇതിൻ്റെ കൺസ്ട്രക്ഷൻ. ഇതിന് ഹംഗറിയുടെ 1000th സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് അവർ നിർമ്മിച്ചൊരു ബ്രിഡ്ജാണിത്. അതിന് ഈ ഒരു ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഹംഗറിക്കാർക്ക്, 1896. അപ്പോൾ ഇത് വളരെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കൺസ്ട്രക്ഷനാണ്. എനിക്ക് ഇത് ബ്രിഡ്ജ് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. സ്പെഷ്യൽ കൺസ്ട്രക്ഷനാണ് ഈ ബ്രിഡ്ജ്. ഹംഗറിയുടെ വളരെ മനോഹരമായ ഒരു വ്യൂ ഇതിൻ്റെ മുകളിൽ നിന്ന് കിട്ടും. അവിടെ വേറെ ബ്രിഡ്ജ് ഉണ്ട്, എലിസബത്ത് ബ്രിഡ്ജ് ഉണ്ട്. ആ കാണുന്നത് എലിസബത്ത് ബ്രിഡ്ജാണ്. ഇതാണ് ഏറ്റവും ഷോർട്ടസ്റ്റ് ബ്രിഡ്ജ്, ഏറ്റവും ചെറിയ ബ്രിഡ്ജ് ഇതാണ്. ഈ ഒരു ബ്രിഡ്ജിൻ്റെ നീളം വരുന്നത് 333.3 മീറ്ററാണ്. ആ ട്രാം പോകുമ്പോൾ ഭയങ്കര ഒരു ഷേക്കിംഗ് ഉണ്ട്, ജെർക്കിംഗ് ഉണ്ട്, ഒരു തെരുപ്പ് ട്രാം പോകുന്ന സമയത്ത്. എന്തായാലും കിടു ബ്രിഡ്ജാണ്. നമുക്ക് മെല്ലെ അടുത്ത ലൊക്കേഷനിലേക്ക് പോവാം. ഈ സമയം രാവിലെ വന്നതുകൊണ്ട് തിരക്ക് കുറവാണ്. ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും, ആളുകളൊക്കെ ആയിട്ട് ഭയങ്കര ക്രൗഡായിരിക്കും. ഇവിടെ ഈ ബ്രിഡ്ജിൻ്റെ ഇതിൻ്റെ മുകളിൽ കുറേ ലോക്കൊക്കെ കൊണ്ടുവന്ന് ലോക്ക് ചെയ്തിട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വേറൊരു സ്ഥലത്ത് ഞാൻ കണ്ടിരുന്നു ഇതുപോലെ ലോക്ക് കൊണ്ടുവന്നിട്ട് ലോക്ക് ചെയ്തിട്ടില്ല. എന്തിൻ്റെ ഭാഗമായിട്ടാണെന്ന് എനിക്ക് അറിയില്ല, അറിയുന്നവർക്ക് താഴെ കമൻറ്റ് ചെയ്യാം. 1/4/2023 എന്താണ് ഇതിൻ്റെ എന്താ എഴുതിയിട്ടുണ്ടോന്നും മനസ്സിലാവുന്നില്ല. പെട്ര റോബർട്ട്
പെട്ര പ്ലസ് റോബർട്ട്. ഇതെന്താണെന്ന് അറിയില്ല. ഇതിൽ പെട്ര പ്ലസ് റോബർട്ട് എന്നുള്ളത്. ഇത് 25/5/2003 തുടങ്ങിയിട്ടേ ഉള്ളൂ. ആരോ ഒന്ന് കൊണ്ട് ലോക്ക് ചെയ്തു. പിന്നെ ഇങ്ങനെ ബാക്കി ലോക്ക് ചെയ്യാൻ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ ലോക്ക് ചെയ്താൽ പിന്നെ ഇങ്ങനെ ബാക്കി വന്നുകൊണ്ടിരുന്നുള്ളൂ. ഈ ഒരു പില്ലറിൻ്റെ അവിടെ ഒരു ഡോറുണ്ട്. ഈ ഡോറ് തുറന്നാൽ എന്താണെന്ന് അറിയില്ല. ലോക്ക് ചെയ്തിട്ടിട്ടുണ്ട്. റൂമായിരിക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് പോകാനുള്ള എന്തെങ്കിലും സ്റ്റെപ്പോ എന്തെങ്കിലും ആവാനാണ് ചാൻസ്. അത് ഹോളോ ആണ്. അതിൻ്റെ ഉള്ളിൽ കവേർഡ് അല്ല, അതിനുള്ളിലേക്ക് വെളിച്ചം കിടക്കും. എനിവേ സൂപ്പർ. നമുക്ക് മെല്ലെ നീങ്ങാം, കാഴ്ചകളൊക്കെ കണ്ട ഇങ്ങനെ നടക്കാം. എൻ്റെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കും ഇവിടെ വന്നൊരു ഫീൽ കിട്ടണം, അത്രേ ഉള്ളൂ എനിക്ക്. അല്ലാതെ ഇതിൻ്റെ പെർഫെക്ഷനും കാര്യങ്ങളൊന്നുമല്ല, വീഡിയോയുടെ ആംഗിള് കാര്യങ്ങൾ, ഫോട്ടോസ് കാര്യങ്ങളൊന്നുമല്ല. നിങ്ങൾക്കും ഈ ഒരു സ്ഥലത്ത് വന്നൊരു ഫീൽ കിട്ടുന്ന രീതിയിലായിരിക്കണം വീഡിയോ എടുക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു. അപ്പോൾ എനിക്കറിയില്ല എത്രത്തോളം ശരിയാവുന്നുണ്ടെന്ന്. ഞാൻ പ്രൊഫഷണലല്ല, പക്ഷേ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. വാ, ഇതാണ് ഇതിൻ്റെ സെൻറ്റർ, ഏറ്റവും ടോപ്പ്. മുകളിൽ നിന്ന് താഴോട്ടും താഴോട്ടുനിന്ന് മുകളിലോട്ടും. വാ.